വർഷത്തെ ഓണം എക്സാമിന് ഷുവറായിട്ട് ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യനും കൊണ്ടാണ് മിസ് വന്നിട്ടുള്ളത്. ഒരു കുട്ടി വീഡിയോ ആയിരിക്കും. വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. മാക്സിമം ഫ്രണ്ട്സിലോട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ. യെസ്, അപ്പം നമ്മുടെ ഇംഗ്ലീഷ് എക്സാമിന് ഉറപ്പായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ കാണാം. നിങ്ങൾക്ക് ഈ ഒരു വർഷത്തെ ഈ എക്സാമിന് നിങ്ങൾ ഇരിക്കുമ്പോൾ ഇത് ഓർക്കും. എന്തായാലും ഡയറിയാണ് നമ്മുടെ ആ ഒരു മസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡയറി എൻട്രി നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ഡയറി എൻട്രിയിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ എഴുതണം? ആദ്യം തന്നെ ഇതിൽ സ്കോർ ചെയ്യണമെങ്കിൽ, ഇതിൽ മാർക്ക് കിട്ടണമെങ്കിൽ ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞു വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഫോമാറ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഇതിൻ്റെ ഫോമാറ്റ് പഠിച്ചു വെക്കണം. ദെൻ ഏതൊക്കെ ക്യാരക്ടേഴ്സ് ആണ് ഡയറി എഴുതാൻ ചാൻസ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ വീഡിയോസിലൂടെ ഒക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലൈവ് ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും പോർഷൻസും ഒക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നിങ്ങൾ നോക്കുക കേട്ടോ. അപ്പോൾ സ്വയം എഴുതി നോക്കുകയും കൂടെ വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ കൂടുതൽ സംസാരിച്ച് സമയം കളയുന്നില്ല. ഡയറിയിൽ ബേസിക് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണം മക്കളെ? ഡയറിയിൽ നമ്മൾ ഡേറ്റും ഡേയും എഴുതാറുണ്ട് അല്ലേ? ടൈം എന്ന് പറയുന്ന ഓപ്ഷണലാണ്. ദെൻ ഫീലിങ്സും എമോഷൻസും ഏത് ക്യാരക്ടറിൻ്റെ ആണോ ഡയറി എഴുതാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ ഒരു ക്യാരക്ടറിൻ്റെ ഫീലിങ്സും എമോഷൻസും കൃത്യമായിട്ട് ആ ഡയറിയിൽ കാണിച്ചിരിക്കണം. അപ്പോൾ ഒരു ഡയറി എൻട്രി സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ആ ഒരു ദിവസം എങ്ങനെയായിരിക്കും, ആ ഒരു റിഫ്ലക്ഷൻ എന്തായാലും ഡയറിയിൽ ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഹാപ്പി ഡേ ആണെങ്കിൽ ആ ഒരു ഹാപ്പിനെസ് എക്സ്പ്രസ് ചെയ്തിട്ടായിരിക്കും ഡയറി സ്റ്റാർട്ട് ചെയ്യുക. ഇനി സാഡ് ഡേ ആയിരുന്നെങ്കിൽ, ഒരു സോറോഫുൾ ആയിട്ടുള്ള ഡേ ആയിരുന്നെങ്കിൽ ആ ഒരു ഡിസപ്പോയിൻമെൻ്റ് ഒക്കെ കാണിച്ചിട്ടുള്ള ലാംഗ്വേജ് ആയിരിക്കും ഡയറിയിൽ ഉണ്ടായിരിക്കാം. ഇനി യൂസ് ഫസ്റ്റ് പേഴ്സൺ വ്യൂ. ഓക്കെ, യൂസ് ഫസ്റ്റ് പേഴ്സൺ വ്യൂ എന്ന് വെച്ചാൽ എന്താണ്? ശരിക്കും തേർഡ് പേഴ്സണിലാണോ എഴുതാ ഡയറി? അല്ല, ഫസ്റ്റ് പേഴ്സണിലാണ് എഴുതുക. ഫസ്റ്റ് പേഴ്സൺ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ആ ക്യാരക്ടറായിട്ട് മാറുകയാണ്. നിങ്ങളുടെ ഏത് ക്യാരക്ടറിൻ്റെ ഡയറി ആണോ എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത്, ബി ദാറ്റ് ക്യാരക്ടർ. നിങ്ങൾ ആ ക്യാരക്ടറായിട്ട് മാറുക. എന്നിട്ട് ഐ എന്നും മൈ എന്നും ഒക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ വി എന്നൊന്നും പറഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ വി എന്ന് പറയുന്ന ആ ഒരു പെർസ്പെക്റ്റീവിലല്ല നമ്മൾ എഴുതുന്നത്. തേർഡ് പേഴ്സൺ വ്യൂവിലല്ല നമ്മൾ എഴുതുന്നത്. ഫസ്റ്റ് പേഴ്സൺ വ്യൂവിലാണ് നമ്മൾ ഡയറി എഴുതുന്നത്. അപ്പം നമ്മുടെ കാര്യങ്ങളായിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ക്യാരക്ടർ എന്തിലൂടെ കടന്നു പോകുന്നു എന്നുള്ള കാര്യം നിങ്ങൾ അറിയണം അല്ലേ? ആ ക്യാരക്ടറിൻ്റെ ഇമോഷൻസും ഫീലിങ്സും ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിൽ വേണം എഴുതാൻ. പിന്നെ ലാംഗ്വേജിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എക്സ്പ്രസീവ് ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യുക. അതുപോലെ ബ്രോക്കൺ സെൻറ്റൻസസ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ സാഡ് ആയിട്ടുള്ള ഒരു ദിവസമാണെങ്കിൽ നമുക്കറിയാം പങ്ക്ച്വേഷൻ മാർക്സ് ഒക്കെ എന്തിനാണ്? ഇത് കുറച്ചും കൂടെ എക്സ്പ്രസീവ് ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പങ്ക്ച്വേഷൻ മാർക്സ് ഒക്കെ ഉള്ളത്. അപ്പോൾ ഓ ഗോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എഴുതുവാണെങ്കിൽ ഇതാ ബ്രോക്കൺ സെൻറ്റൻസസ് എന്ന് പറയുന്നത്. ബ്രോക്കൺ സെൻറ്റൻസസ് എന്ന് പറയുന്നത് ഈ കുത്താണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തോട്ട്സ് പോലെ തന്നെയാണ് ഡയറിയിൽ വരുന്ന ആ ഒരു ഫ്ലോ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്യാം. പങ്ക്ച്വേഷൻ മാർക്സ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഡൗട്ട്സും കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും ക്യാരക്ടറിന്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഡയറി എഴുതാം. അപ്പോൾ ഡയറിയിൽ ഒരു ഫോമാറ്റാണ് മിസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഡേറ്റ് എഴുതി, ഡേ എന്ന് പറയുന്നത് ഡേ ഇവിടെ മിസ് എഴുതുന്നുണ്ട്. അതുപോലെ തന്നെ ടൈം എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷണലാണ്, അത് എഴുതണം എന്ന് നിർബന്ധമില്ല. ഈ ഡിയർ ഡയറി, പലരും സ്റ്റാർട്ട് ചെയ്യുന്ന ഡിയർ ഡയറി എന്ന് പറഞ്ഞിട്ടാണ്. അത് ഇഷ്ടമുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ അങ്ങനെ നിർബന്ധമില്ല. അപ്പോൾ ഡിയർ ഡയറി, ഓ ഗോഡ് ടുഡേ വാസ് എ റിയലി സാഡ് ഡേ. അപ്പോൾ ഒരു ദിവസം സങ്കടമായിട്ടുള്ളൊരു ദിവസമാണ്, സാഡ് ആയിട്ടുള്ളൊരു ദിവസമാണ്. അപ്പോൾ തുടക്കം തന്നെ ആ ഒരു കാര്യം നമ്മൾ സ്റ്റേറ്റ് ചെയ്തു. പിന്നെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റു, പല്ല് തേച്ചു, കുളിച്ചു എന്നുള്ള കാര്യങ്ങളല്ല. ആ മെയിൻ ആയിട്ടുള്ള ഇവൻറ്റിനെ പറ്റിയിട്ടാണ് കൃത്യമായിട്ട് അതിൽ മെൻഷൻ ചെയ്യേണ്ടത്. ആ കാര്യങ്ങളൊക്കെ എഴുതുന്നു. ഐ ഫീൽ ലൈക്ക് നോ വൺ അണ്ടർസ്റ്റാൻഡ്സ് മീ. ഓക്കെ, ഒരു ക്യാരക്ടറിന് തോന്നുകയാണ് എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാൻ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സെൻറ്റൻസസ് ഒക്കെ യൂസ് ചെയ്യാം. ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. മിക്ക ഡയറിയിലും ഒരു ഹെൽപ്ലെസ്നെസ് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന സെൻറ്റൻസസ് ആണ്. ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു, ഗോഡ് പ്ലീസ് ബി വിത്ത് മീ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഐ ഹോപ്പ് ടുമോറോ ഈസ് എ ബെറ്റർ ഡേ, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡയറി എൻട്രി അവസാനിപ്പിക്കാവുന്നതാണ്. കണ്ടല്ലോ, അപ്പോൾ ഇത്രത്തോളം ഈസി ആയിട്ട് നമുക്ക് ഡയറി എഴുതാൻ പറ്റും. ഇനി സാഡ് ഡേ ആയിരുന്നു നമ്മളിപ്പോൾ നോക്കിയത്. ഇനി ഒരു ഹാപ്പി ഡേ ആണെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും നോക്കിക്കേ. നമ്മൾ പറഞ്ഞ പോലെ ഡേറ്റ് ഒക്കെ എഴുതി, ഇനി ഡേ എഴുതി. ഓക്കെ, തേഴ്സ്ഡേ. എന്നിട്ടോ ഡിയർ ഡയറി. എന്നിട്ട് ഗോഡ് വാട്ട് എ ഡേ, ടുഡേ വാസ് എ വെരി ഹാപ്പി ഡേ. ഓക്കെ, ഓ എന്ത് ദിവസമായിരുന്നു ഇന്ന്, നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്താണ് കാര്യം എന്നുള്ള കാര്യങ്ങൾ ഇവിടെ എഴുതുന്നു. ഐ സ്മൈൽ ദ ഹോൾ ഡേ. ഇന്നത്തെ ദിവസം മുഴുവനും ഞാനിങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ടിരുന്നു. ഐ വിഷ് എവ്രി ഡേ കുഡ് ബി ലൈക്ക് ദിസ്. ഞാൻ വിചാരിക്കുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? എല്ലാ ദിവസവും ഇങ്ങനെ ആവട്ടെ എന്നാണ്. ഐ ഫീൽ താങ്ക്ഫുൾ ആൻഡ് എക്സൈറ്റഡ്. ഞാൻ താങ്ക്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, എക്സൈറ്റഡുമാണ് എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. കണ്ടല്ലോ, ഇപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. സാഡ് ആയിട്ടുള്ളൊരു ദിവസം
ദിവസമാണെങ്കിലും ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമാണെങ്കിലും എന്തൊക്കെ കാര്യങ്ങൾ എഴുതാമെന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ നിങ്ങൾ അറിഞ്ഞു വെക്കേണ്ടത് ടെക്സ്റ്റ് ബുക്ക് കൃത്യമായിട്ട് വായിച്ചിട്ടുണ്ടാവണം, ക്യാരക്ടർ എന്തിലൂടെ കടന്നു പോകുന്നു എന്ന് മനസ്സിലാക്കണം, കുറച്ചും കൂടെ എക്സ്പ്രസീവ് ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ എൻ്റെ കുട്ടികൾ മനസ്സിലാക്കണം. പാസ്റ്റ് ടെൻസിൽ എഴുതാം, ഇപ്പോൾ ഉള്ള തോട്ട്സും വെച്ചിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ തോട്ട്സ് വന്നാലും അതുപോലെ തന്നെ ഡയറി വന്നാലും കോണ്ടന്റ് ഏകദേശം സെയിം തന്നെ ആയിട്ടാണ് നിങ്ങൾക്ക് എഴുതേണ്ടി വരിക കേട്ടോ. ആകെ ഫോമാറ്റിൽ മാത്രമാണ് ആ ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഫുൾ മാർക്കും സെറ്റാക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി വീഡിയോസ് ഇതിൽ വരുന്നുണ്ടായിരിക്കും. മാരത്തോൺ ഒക്കെ ഇതാ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം എൻ്റെ കുട്ടികളെല്ലാവരും കറക്റ്റ് ടൈമിൽ തന്നെ നമ്മുടെ ലൈവിലേക്കൊക്കെ ജോയിൻ ചെയ്യുക. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലെ നമ്മുടെ ഓണം എക്സാം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ ഈ ഒരു എക്സാമിലൂടെ നമ്മൾ എന്താണ് ഈ ഒരു വർഷം ത്രൂ ഔട്ട് നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നേരെ തന്നെ നമ്മുടെ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാം. അതിനുവേണ്ടി താഴെ കാണുന്ന ഈ നമ്പറിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനിയും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും ബൈ.